നമസ്കാരം. അങ്ങനെ മനോഹരമായൊരു ഓണം കഴിഞ്ഞു. ഞങ്ങൾ ഓണത്തിന് ഇവിടെ ഇല്ലായിരുന്നു, കുടുംബത്തോടൊപ്പം ഹൈദരാബാദിൽ പോയിരുന്നു. എനിക്ക് ഔദ്യോഗികമായ ഒരു ആവശ്യത്തിനും കൂടെ പോകണമായിരുന്നു. അക്കൂട്ടത്തിൽ ഹൈദരാബാദിൽ കുടുംബസമേതം പോയി 5 ദിവസം ചിലവഴിച്ചു. ഫ്രഷായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പോയി വന്ന കൂട്ടത്തിൽ ഞാൻ ഒരുപാട് വീഡിയോസും നമ്മുടെ അങ്കണവാടി ഗ്രൂപ്പും എല്ലാം കാണുകയുണ്ടായി. അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ എല്ലാ മലയാളികളും ഓണം ആഘോഷിച്ചെന്ന് കരുതുന്നു. നമ്മൾ വീണ്ടും സജീവമാവുകയാണ്. 2 ചാനലും സജീവമാവുന്നു. സുഭാഷിതം അതുപോലെ ഗ്ലോബൽ മലയാളി ന്യൂസും ഇന്ന് മുതൽ വീണ്ടും സജീവമായി. ഇന്നലെയൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു, എന്നാലും ഇന്ന് വീണ്ടും ലൈവുകൾ ചെയ്ത് തുടങ്ങുകയാണ്. ഈ ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫോർവേഡ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് മെമ്പർഷിപ്പ് എടുക്കണം. പല ആളുകൾ ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് എടുക്കണം. സംഭാവനകൾ അയച്ചു തന്നെ പരസ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണം. ഇതൊക്കെ കൊണ്ട് മാത്രമേ ചാനൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്കണവാടികളെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നു. ആദ്യ വീഡിയോ തന്നെയാണ് ഇന്ന്. അതും അങ്കണവാടി ഫ്രീഡം ഫോറം എന്നൊരു സംഘടന രൂപീകരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. കേരളത്തിലെ പൊതുസമൂഹത്തോടും പറയുന്നു, അങ്കണവാടിക്കാരോടും. അങ്കണവാടിക്കാരിൽ 3 വിഭാഗമാണുള്ളത്. ഒന്ന് വർക്കർമാർ, ഹെൽപ്പർമാർ. അവരെ ടീച്ചർമാരെന്ന് പറയും, അസിസ്റ്റന്റുമാരെന്ന് പറയും, ഹെൽപ്പർമാർ. അങ്ങനെ 66,000 പേർ കേരളത്തിലുണ്ട്. അത് എല്ലാവരും സ്ത്രീകളാണ്. 2 വിഭാഗം ആളുകൾ ഒരു സ്ഥാപനത്തിൽ, ഒരു അംഗനവാടിയിൽ 2 ആളുകൾ, ഒരു വർക്കർ ഓർ ടീച്ചർ ഓർ ഒരു ഹെൽപ്പർ. അങ്ങനെ 33,000 സ്ഥലത്തായിട്ട് 66,000 ആളുകൾ. പിന്നെ പെൻഷൻ പറ്റിയിട്ടുള്ള വേറെ വിഭാഗം. ഈ 3 വിഭാഗത്തെയും അങ്കണവാടി ഫ്രീഡം ഫോറം എന്ന ഒറ്റ ബാനറിൻ്റെ കീഴിൽ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. 3 കമ്മിറ്റി ഉണ്ടായിരിക്കും. അത് സംസ്ഥാന, ജില്ലാ, പ്രാദേശിക തലങ്ങളിലൊക്കെ കമ്മിറ്റികൾ ഉണ്ടായിരിക്കും. ഇതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്. ബാലചന്ദ്ര മേനോൻ്റെ ഒരു സിനിമയുണ്ട്, നയം വ്യക്തമാക്കുന്നു. അതുപോലെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഇതിൻ്റെ ചെയർമാൻ ആൻഡ് മെൻറ്റർ ഓർ അഡ്വൈസർ എന്നുള്ള നിലയിൽ ഇതിൻ്റെ നയം വ്യക്തമാക്കുകയാണ്. എന്തെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഹൈദരാബാദിൽ നിൽക്കുമ്പോൾ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു. നമ്മുടെ സഹോദരിമാർ അയച്ചു തരുന്നതാണ്. ഇത് പല ഗ്രൂപ്പുകളിലും വരുന്ന മെസ്സേജുകളാണ്. മെസ്സേജുകൾ കൂടുതൽ വന്നിരിക്കുന്നത് വടക്കൻ ജില്ലകളിൽ. ഞാൻ ജില്ലയൊന്നും പറയുന്നില്ല, കാരണം അയച്ചു തന്ന സഹോദരിമാരെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ് അയച്ചു തന്നത്. അവരുള്ള മറ്റ് ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകളാണ്. എന്തൊക്കെയാണ് മെസ്സേജുകൾ? ഒന്ന്, ഞാൻ തട്ടിപ്പുകാരനാണ്, വീരപ്പനാണ്, ഞാൻ പണമൊക്കെ തട്ടിക്കുന്ന ആളാണ്, സർവീസിലിരുന്ന് തട്ടിപ്പൊക്കെ വാങ്ങി എന്നെ പിരിച്ചുവിട്ടതാണ് സർക്കാർ എന്നൊരു വാദം പറയുന്നുണ്ട്. അത് നമുക്ക് ആർക്ക് വേണം കിട്ടുന്ന രേഖകളാണ്. സർക്കാരിലെ രേഖകൾ എപ്പോഴും തുറന്ന പുസ്തകമാണ്. ആർക്ക് വേണം ആരോടെങ്കിലുമൊക്കെ വിളിച്ച് ചോദിച്ചാലും കിട്ടും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ N.K. പ്രേമചന്ദ്രൻ, ഇന്ന് അദ്ദേഹം UDF മന്ത്രിയായിരുന്നു, അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടവർ, അപ്പോൾ LDF-ലുള്ളവർക്കും ചോദിക്കാം, UDF-ലുള്ളവർക്കും ചോദിച്ചാൽ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ആരെന്നറിയാൻ പറ്റും. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസ്സിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജലവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ഡയറക്ടറായിട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചാലും അറിയാൻ പറ്റും. PJ ജോസഫ് സാറിൻ്റെ കൂടെയാണ് ഞാൻ ദീർഘകാലം ഉണ്ടായിരുന്നത്. UDF സാറിൻ്റെ വളരെ സ്നേഹമുള്ള ഒരു മാനസപുത്രനെ പോലെ അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചിരുന്ന ഒരു മന്ത്രിയാണ്. സാറിൻ്റെ കൂടെ 5 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ജോസഫ് സാറിനോട് ചോദിച്ചാലും അറിയാൻ പറ്റും. പിന്നെ മാണിസാർ മരിച്ചുപോയി. പിന്നെ ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം എന്നെ അറിയാം. രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ VD സതീശൻ, അങ്ങനെ പിന്നെ കോൺഗ്രസ്സിൽ, പിന്നെ BJP, കുമ്മനം രാജശേഖരൻ, രാജീവ് ചന്ദ്രശേഖർ, അൽഫോൺസ് കണ്ണന്താനം, ഇങ്ങനെ തുടങ്ങി സുരേഷ് ഗോപി, ഇങ്ങനെ ഏത് പാർട്ടിയിലെ ടോപ്പ് ലെവൽ നേതാക്കളെ എടുത്താലും എന്നെ അറിയാൻ പറ്റും. പിന്നെ ലീഗിലാണെങ്കിൽ പ്രധാനപ്പെട്ട MK മുനീർ സാഹിബ്, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എന്നെ വ്യക്തിപരമായിട്ട് അറിയാം. അതുകൊണ്ട് അവരോടൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക, നിങ്ങൾ ഏത് പാർട്ടിപ്പെട്ടവരാണെങ്കിലും. അതുപോലെ തന്നെ പിന്നെ അതൊരു വാദം. അപ്പോൾ ഞാൻ തട്ടിപ്പ്, വെട്ടിപ്പ്. പിന്നെ എൻ്റെ ഡിഗ്രികളെ സംബന്ധിച്ച് ഒരുപാട് ഡിഗ്രി ഉണ്ടെന്ന് പറയുന്നു. അത് യൂണിവേഴ്സിറ്റി, ഞാൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പ്രഭാഷണം നടത്താൻ പോകുന്നതാണ്. യൂണിവേഴ്സിറ്റി ഡിഗ്രി തന്നാലേ ഡിഗ്രി ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് പിന്നെ അതിനകത്ത് വിഷയമില്ല. മൂന്നാമതൊരു വിഷയം പറഞ്ഞിരിക്കുന്നത്, ആ വോയിസ് കേട്ടാൽ ഒരു യൂണിയൻ നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ശബ്ദം പോലെ തോന്നും. ഇതെല്ലാം പുരുഷന്മാരുടെ ശബ്ദമാണ് ഈ വോയിസ്. അതിലൊരാൾ പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ്സിന് INTUC-ക്കും CITU-നും ഇതുണ്ട്, യൂണിയനുകളുണ്ട്, ഇയാൾ BJP ആണോ, BJP-ക്ക് വേണ്ടി ആളെ കൂട്ടാനാണോ? കേരളത്തിൽ BJP-ക്ക് അംഗനവാടികളിൽ ആളില്ല, സംഘടനയില്ല. സോറി, BJP-ക്കും സംഘടന ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് BMS എന്ന സംഘടന ഉണ്ട്. അതിലും ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ INTUC തന്നെ 2 സംഘടനയുണ്ട്. ചന്ദ്രശേഖരൻ്റെ നേതൃത്വം, KM ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലും അജയ് തറയലിൻ്റെ നേതൃത്വത്തിലും 2 സംഘടനയുണ്ട്. ജീവൻ കുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ആളിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന പെൻഷൻകാരുടേതുണ്ട്. അതെല്ലാം കുറേ ചെറിയൊരു സംഘടനകളാണ്. ഓരോ പീസായിട്ടുണ്ട്. എല്ലാവരും എല്ലാത്തിലും ഇല്ല. പിന്നെ CITU-ന് ഒരു സംഘടനയുണ്ട്, UTUC-ക്ക് ഒരു സംഘടനയുണ്ട്, പിന്നെ നമ്മുടെ STU, അതായത് ലീഗിന് ഒരു സംഘടനയുണ്ട്, BMS-ന് സംഘടനയുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട, ഇപ്പോൾ കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്കാണ് ഇല്ലാത്ത, എല്ലാ പ്രധാനപ്പെട്ട പാർട്ടിക്കും
ഏതിൽ മെമ്പർഷിപ്പ് ഉണ്ട്, ഏതിലുണ്ട് സംഘടനയുണ്ട്, അംഗനവാടി യൂണിയനിൽ അംഗനവാടിക്കാരുടെ സംഘടനയുണ്ട്. എല്ലാ സഹോദരിമാരോടും ഞാൻ പറയും, നമ്മുടെ നയം വ്യക്തമാക്കുകയാണ്. നിങ്ങൾ അതാത് യൂണിയനിൽ നിൽക്കുന്നവർ അവിടെ തന്നെ നിൽക്കണം. നിങ്ങൾക്കിനി അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. അവിടെ നിന്നാലും ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. അതിൽ രാജിവെച്ച് വരണമെന്ന് ഞങ്ങൾ ആരോടും പറയുന്നില്ല. ഇതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്. ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ എല്ലാമുണ്ട്. മഹാഭാരതത്തിൻ്റെ കാര്യം പറയും പോലെ എല്ലാമുണ്ട്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പ്രതിഷേധമുണ്ട്, സമരമുണ്ട്, കേസ് കൊടുക്കലുണ്ട്, കൂട്ടായ്മയുണ്ട്, സംഗമമുണ്ട്, കുടുംബ സംഗമമുണ്ട്, ജില്ലാ സംഗമമുണ്ട്, സംസ്ഥാന സംഗമമുണ്ട്, കലയുണ്ട്, ആഘോഷമുണ്ട്. എല്ലാമുള്ളൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ CITUവിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള പ്രസന്നകുമാരി അവർകളാണ്, ഞാൻ അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്നതാണ് അവർകളെന്ന് പറഞ്ഞത്. പ്രസന്നകുമാരി അവർകളാണ് ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർപേഴ്സൺ. അവർക്കും സ്വാഗതം. പക്ഷേ ഏതെങ്കിലും സ്ഥാനത്ത് വരുത്താൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. നമ്മുടെ സംഘടന സാംസ്കാരിക കൂട്ടായ്മയുടെ സ്ഥാനത്ത് വരണമെങ്കിൽ സ്വതന്ത്രയായി നിൽക്കണം. അല്ലാതെ ഒരു പാർട്ടിയിലോ മറ്റ് സംവിധാനങ്ങളോ ഉള്ളവർക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം യൂണിയനിൽ 2 സ്ഥാനം വഹിക്കാൻ പറ്റത്തില്ലല്ലോ, അത് അവിടെയും ബുദ്ധിമുട്ടുണ്ടാകും. അതേസമയം മെമ്പർഷിപ്പിൽ 66,000 പേർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രസന്നകുമാരി മാഡത്തിന് വരെ സ്വാഗതം കൊടുത്ത സ്ഥിതിക്ക് 66,000 പേർക്ക് സ്വാഗതം. എല്ലാ സംഘടനയിലും പ്രവർത്തിക്കുന്ന പുരുഷ നേതാക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല, അവർ പുരുഷന്മാരായതുകൊണ്ടാണ്. സ്ത്രീ നേതാക്കൾക്കും സ്വാഗതം അങ്കണവാടി ഫ്രീഡം ഫോറത്തിലേക്ക്. അടുത്ത കാര്യം, ഇതിനകത്ത് ഫീസ് പിരിവില്ല. ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന് ഫീസില്ല ഈ സംഘടനയെ ചേരാൻ. അത് അടുത്ത കഥ. മൂന്നാമത്തെ നയമാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ സമ്മേളനം നടത്തില്ലേ? നടത്തും. നിങ്ങൾ സംഗമം നടത്തില്ലേ? നടത്തും. നിങ്ങൾ സമരം നടത്തില്ലേ? നടത്തും. നിങ്ങൾ കേസ് നടത്തില്ലേ? നടത്തും. വേണ്ടി വന്നാൽ നമ്മളിതെല്ലാം ചെയ്യും. പക്ഷേ അതാതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ചെടുക്കുന്ന കമ്മിറ്റി കൂടും, അവർ തീരുമാനിക്കും. അവർ ചിലപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇടും, ചിലപ്പോൾ അവർ പിരിച്ചു ചെയ്യും, അല്ലെങ്കിൽ കളക്ട് ചെയ്യും, ചിലപ്പോൾ അവർ സ്പോൺസറിങ് കണ്ടെത്തും, ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടൊക്കെ അവർ പൈസ വാങ്ങും. അവർ ചിലപ്പോൾ ഹാള് ഫ്രീ ആയിട്ട് വാങ്ങി കിട്ടും, ചിലപ്പോൾ അവർക്ക് ഫുഡ് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണേ വാങ്ങും. അങ്ങനെ സ്പോൺസറിങ് വാങ്ങും, അവർ ചിലവാക്കും. എന്ത് ചിലവാക്കിയാലും എന്ത് കളക്ട് ചെയ്താലും, പ്രാദേശികമായിട്ടാണേ സംസ്ഥാന തലത്തിൽ ഒരു പരിപാടിയില്ല, എന്ത് കളക്ട് ചെയ്താലും 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിനകത്ത് ആരൊക്കെ പൈസ കൊടുത്തു എന്നുള്ളത് അവരെ തന്നെ ബോധ്യപ്പെടുത്തും. ഒരു പൈസയും 1 രൂപ പോലും അങ്കണവാടി ഫ്രീഡം ഫോറത്തിൻ്റെ ഹെൽപ്പർമാരെ ഗ്രൂപ്പിൽ നിന്നോ, പിന്നെ വർക്കർമാരെ ഗ്രൂപ്പിൽ നിന്നോ, പെൻഷൻകാരുടെ ഗ്രൂപ്പിൽ നിന്നോ 1 രൂപ പോലും ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസോ ഞങ്ങളുടെ ടീമോ വാങ്ങില്ല എന്നുള്ള കാര്യവും അംഗത്വ ഫീസില്ല എന്നുള്ള കാര്യവും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അടുത്ത വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി അഥവാ മെമ്പർഷിപ്പ് ഫീസ് വേണമെന്ന് നാളെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ, ഇപ്പോൾ കമ്മിറ്റി എടുത്തിട്ടില്ലല്ലോ, എടുക്കാൻ പോകുന്നുള്ളൂ, തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ വല്ല എന്തെങ്കിലും 1 രൂപയോ 5 രൂപയോ 10 രൂപയോ എത്ര അറിയില്ല, അത് ഫിക്സ് ചെയ്താൽ അതെന്ത് ചെയ്യണമെന്ന് അത് കമ്മിറ്റി തീരുമാനിക്കും. എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് പണം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ ചാനലുകൾക്കും, യൂട്യൂബിൽ വരുന്ന എല്ലാ ഡിജിറ്റൽ ചാനൽ എല്ലാവർക്കുമുള്ളൊരു പ്രൊവിഷനാണ് ഈ മെമ്പർഷിപ്പ്. 89 രൂപ ബേസ് മെമ്പർഷിപ്പ്, സിൽവർ 90 താഴെ 89 രൂപ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 299 രൂപ അടച്ചാൽ ഗോൾഡൻ മെമ്പർഷിപ്പ്, 1999 അടച്ചാൽ ഡയമണ്ട് മെമ്പർഷിപ്പ്, പിന്നെ 4999 അടച്ചാൽ പിന്നെ അടുത്ത മെമ്പർഷിപ്പ്, ഇങ്ങനെ പ്രീമിയം എന്നൊക്കെ പറഞ്ഞ് മെമ്പർഷിപ്പുകളുണ്ട്. ആ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത് യൂട്യൂബ് കമ്പനി വെച്ചിരിക്കുന്ന മെമ്പർഷിപ്പാണ്, അങ്കണവാടി ഫ്രീഡം ഫോറത്തിൻ്റെ അല്ല. അപ്പോൾ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും, ഈ വീഡിയോ ഉൾപ്പെടെ ഇട്ടാലും, പൊതുജനങ്ങൾ കാണുമ്പോൾ, അത് അങ്കണവാടിക്കാർക്കും അല്ല ആര് കണ്ടാലും, ഞങ്ങളുടെ ചാനൽ കുടുംബത്തിൽ നിങ്ങൾക്ക് അംഗത്വം എടുക്കണമെങ്കിൽ നിങ്ങൾ 89 രൂപ മുതൽ 1999 വരെ ഇപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. ഈ അടയ്ക്കുന്ന പൈസ ചാനലിൻ്റെ വരുമാനമായിട്ട് പോകും. ഇത് ഒരു കാരണവശാലും അങ്കണവാടി ഫ്രീഡം ഫോറത്തിൻ്റെ കളക്ഷൻ അല്ല. അതുകൊണ്ട് അങ്കണവാടികളിൽ ചേർന്നില്ലെങ്കിൽ നമുക്ക് സങ്കടമില്ല. പിന്നെ ആരെങ്കിലും സ്വതന്ത്രമായി ഞങ്ങൾ സംഭാവന ചോദിക്കുന്നുണ്ട്, സംഭാവന തന്നാൽ 2 കൈ നീട്ടി ഞങ്ങൾ സ്വീകരിക്കും. അത് പക്ഷേ അങ്കണവാടി ഫ്രീഡം ഫോറത്തിന് വേണ്ടി തരുന്നതല്ല, വ്യക്തിപരമായി നിങ്ങൾ തരുന്ന സംഭാവനയാണ്. അത് ഞങ്ങൾ സ്വീകരിക്കും. 1 രൂപ തന്നാലും സ്വീകരിക്കും, 1 കോടി രൂപ തന്നാലും സ്വീകരിക്കും. കാരണം ഞങ്ങളുടെ ചാനൽ നിലനിന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ചിലവുണ്ട്. ചാനലിൻ്റെ സ്റ്റുഡിയോ, അതിൻ്റെ റിപ്പോർട്ടർമാർ, ഫോട്ടോഗ്രാഫർമാർ, വീഡിയോഗ്രാഫർമാർ, റിപ്പോർട്ട് തയ്യാറാക്കുന്നവർ, എല്ലാവർക്കും ചിലവുണ്ട്, ശമ്പളമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ചിലവുണ്ട്. ആ ചിലവ് ഞങ്ങൾക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലാതെ കള്ളപ്പണമൊന്നും ഞങ്ങളിലില്ല. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അങ്കണവാടി ഫ്രീഡം ഫോറത്തിൽ എന്തെല്ലാം പ്രവർത്തികൾ എടുക്കണമെന്നുള്ളത് നമ്മൾ വ്യക്തമായതിനകത്ത് സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കി, ഒരു ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കി, താഴെത്തലങ്ങളിൽ കമ്മിറ്റി ഉണ്ടാക്കി, സെക്ടർ വൈസ് കമ്മിറ്റി ഉണ്ടാക്കി തീരുമാനിക്കും. എല്ലാ വനിതകൾക്ക് സ്വാഗതം. നിങ്ങൾ BJPയോ കോൺഗ്രസ്സോ CPMോ മുസ്ലിം ലീഗോ പിന്നെ CPIയോ ഏത് സംഘടനയിൽ നിന്നാലും നിങ്ങൾക്ക് സ്വാഗതം. അവിടെയും നിൽക്കാം, ഇവിടെയും നിൽക്കാം.
പക്ഷേ ഇവിടെ വന്നാൽ ഭാരവാഹിത്വം കിട്ടത്തില്ല, മറ്റ് ഭാരവാഹികൾക്ക് ആ ഒരു വ്യത്യാസമുണ്ട്, അല്ലാത്തവർക്ക് ഭാരവാഹിത്വം കൊടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിൽക്കാം. ഇതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്. ഇതിൻ്റെ പേര് തന്നെ അങ്കണവാടി ഫ്രീഡം ഫോർ അങ്കണവാടികളുടെ സാംസ്കാരിക കൂട്ടായ്മ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് ആർക്കും വരാം. അതുകൊണ്ട് ദയവായി എന്നെ വ്യക്തിപരമായോ അങ്കണവാടി ഫ്രീഡം ഫോറത്തെയോ നിങ്ങൾ ആരും കടന്നാക്രമിക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്നെ നേരിട്ട് ഫോണിൽ വിളിക്കാം. അത് യൂണിയൻകാർക്കായാലും ആർക്കായാലും നിങ്ങൾക്ക് എന്നെ ഫോണിൽ വിളിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറുകൾ 2 എണ്ണവും ഗൂഗിൾ പേ നമ്പറും മൊബൈലിൽ ഈ വീഡിയോസിൽ വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. തുറന്ന പുസ്തകമാണ് എൻ്റെ ജീവിതം, അത് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് വിളിക്കാം, എപ്പോൾ വേണം നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ ഒരുപാട് IAS ജോലി ചെയ്തിട്ടുണ്ട്. 3 മന്ത്രിമാർ ഇടതുപക്ഷ മുന്നണിയുടെ കീഴിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ കീഴിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇനിയും സർക്കാരിൽ നിന്ന് മാറിയെങ്കിലും ഇനിയും സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ ഞാൻ ജോലി ചെയ്യും. ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കൺസൾട്ടൻ്റാണ്. സർക്കാരിൻ്റെ പല പദ്ധതികളിലും എൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗം അങ്ങനെ നിൽക്കട്ടെ. അതുകൊണ്ട് ഞാൻ നയം വ്യക്തമാക്കുന്നു. അങ്കണവാടി ഫ്രീഡം ഫോറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വാക്കായിട്ട് പറയുന്നു, ഒരാൾ അങ്കണവാടി ഫ്രീഡം ഫോറത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്താൽ, ഫീസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഫോറമൊക്കെ വെച്ച് നിങ്ങൾ മെമ്പർഷിപ്പ് ചേർക്കാവും. ഇവർ ചേർന്നാൽ ആദ്യം കാണേണ്ട വീഡിയോ ഇതാണ്. ഈ വീഡിയോ ഒരു ക്ലാസ് ആയിട്ട് എടുക്കണം, മസ്റ്റായിട്ട് എല്ലാവരും കേൾക്കണം. ഈ വീഡിയോ കാണുന്നവർ ദയവായി നിങ്ങളുടെ സഹപ്രവർത്തകരായ അംഗനവാടികൾക്കും യൂണിയൻ നേതാക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇതാണ് നമ്മളെ ബേസ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാ സഹോദരിമാർക്കും ഇതിലേക്ക് സ്വാഗതം. ഒരു കാര്യം ഒഴിച്ച് എല്ലാ ആക്ഷേപവും എൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. അത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് തൽക്കാലം അത് വന്നില്ല, അതും കൂടെ വരാതിരിക്കട്ടെ. ബാക്കി പണം, തട്ടിപ്പ്, ഡിഗ്രി എല്ലാ കാര്യങ്ങളെയും അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഏറെ ആളുകൾ സാധനങ്ങളിട്ട് അത് ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം അവഗണിച്ചേക്കുക. ഒരാളും അതിൽ പ്രതികരിക്കരുത്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരാളും പ്രതികരിക്കരുത്. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ ഡോക്യുമെൻറ്റുകൾ അയച്ചു തരും, എൻ്റെ ബയോഡേറ്റ അയച്ചു തരും, 16 പുസ്തകം എഴുതിയിട്ട് അതിൻ്റെ കോപ്പികൾ തരും, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തരും. പക്ഷെ ഒരു കാരണവശാലും ഒരപഖ്യാതിയും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഏറ്റെടുക്കരുത്, പരത്തരുത്, ഒന്നും ചെയ്യരുത്. എന്ത് കിട്ടിയാലും ഇഗ്നോർ ചെയ്തേക്കുക, കളഞ്ഞേക്കുക. ഇത് എനിക്ക് ഒരുപാട് എണ്ണം അയച്ചു കിട്ടിയാൽ 1-2 എണ്ണം ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇട്ടോളൂ. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇങ്ങനെയും കേരളത്തിൽ നമ്മളെ അനലൈസ് ചെയ്യുന്നു അറിയാൻ വേണ്ടി. ബാക്കിയെല്ലാം ഞാൻ കാണുന്നു, അറിയുന്നു, കളയുന്നു. എല്ലാ സഹോദരിമാർക്കും പ്രായഭേദമന്യേ ഈ സഹോദരനോടൊപ്പം ചേരാം. നമുക്കും കൂടെ നോക്കാം. 50 വർഷമായിട്ട് ഒരുപാട് പേര് നോക്കിയെന്നല്ലേ പറയുന്നേ. പിന്നെ ലാസ്റ്റ് പോയിന്റായിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നു, 50 വർഷമായി സങ്കട കണ്ണീരിൽ കിടന്നപ്പോൾ യവൻ എവിടെയായിരുന്നു? അപ്പോൾ എനിക്ക് മറുപടി, നിങ്ങൾ എവിടെയായിരുന്നു? ഈ 50 വർഷം കണ്ണീരിൽ ഒരു ജനത കിടന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇനി ഒരു കാര്യം കൂടി കടന്നു ചോദിച്ചാൽ കടന്നു പോകും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. തൽക്കാലം പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ എന്നെ വിട്ടേക്കുക. നിങ്ങൾ സഹോദരിമാർ 66,000 പേരുമുണ്ട്. അവർ തുറന്ന പുസ്തകമാണ്. അവരെ നിങ്ങൾക്ക് ആരെ വേണോ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഏത് സംഘടനയുള്ള അവരെ കൊണ്ടുപോകാം. ഫ്രീ ആണ്. പക്ഷേ എൻ്റെ കൂടെ വന്നാൽ, ഞങ്ങളെ കൂടെ വന്നാൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കും. ഏത് അങ്കണവാടി ടീച്ചർ വന്നാലും, വർക്കർ വന്നാലും, ഹെൽപ്പർ വന്നാലും, പെൻഷൻകാർ വന്നാലും ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കും. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗവും ചെലവഴിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പറയുന്നത് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്ക്.